ശരിക്കും ശ്രേയ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു 100 കണക്കിന് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ശ്രേയ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളാണ് ശ്രേയ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ 100 കണക്കിന് ആപ്പുകൾ ഇന്നും ഓൾറെഡി നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആപ്പുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ 1-2 ആപ്പ് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സൊസൈറ്റി ആയിട്ട് സംസാരിച്ച് ഈ വരുന്ന ഘട്ടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ സൊസൈറ്റി വഴി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 1-2 ആപ്പ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാമെന്ന് മാത്രമല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനകത്ത് എന്ത് സംശയം വരുവാണെങ്കിലും നിങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിന് നമ്മളാലാവുന്ന രീതിയിൽ അത് കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ തയ്യാറാണ്. അപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ വീട്ടിലാണെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത കുറേ പേരുണ്ട്. ഇപ്പം അനിയനോട് ചോദിക്കുന്ന സമയത്ത് അനിയനോടുത്ത് പറയും, എന്താണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കും, ഫോണൊന്നും എനിക്ക് പഠിപ്പിച്ചിടാൻ പറ്റില്ല. അമ്മ പറയും, എടാ ഒന്ന് വാട്സപ്പ് എടുത്ത് എനിക്ക് ഫോട്ടോ ഒന്ന് ഇതാക്കിത്താ. അമ്മ പറയും പറ്റില്ല, എനിക്ക് പറ്റില്ല. അപ്പോഴും ഞാൻ ആലോചിക്കുക, ശരി എന്തായാലും ഇനിയുള്ള കാലഘട്ടമാണ്. കാരണം ഇപ്പം നമ്മൾ പുറത്ത് പോകണം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. എന്തായാലും വീഡിയോ കോളൊക്കെ ചെയ്യണം അവരെ. അപ്പം എന്തായാലും എനിക്ക് അവർക്ക് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്തെങ്കിലും കൂടെ ആവശ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാന്നുള്ളത്. കാരണം ഇന്നത്തെ ജനറേഷനിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനം, നമുക്ക് കൃഷി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലും ഇപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ എന്ന് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നിങ്ങളുടെ ഓരോ അധ്വാനങ്ങൾ കൊണ്ടാണ് നമ്മളവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് കൃഷിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് വരുന്നുണ്ട്. പറയുവാണെങ്കിൽ എന്താ പറയുക, നമുക്കിപ്പോൾ കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ജൂൺ മാസം വേണ്ട മഴ ചിലപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സമയത്തായിരിക്കും പെയ്യുക. അപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് എന്താ മഴയൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വേനലാണെങ്കിൽ ഒരുപാട്, പാലക്കാട് നമുക്ക് ഒട്ടും പറയേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ ചൂട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മാസം ആകുമ്പോഴേക്കും എന്താ നമ്മുടെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം പക്ഷേ ഞാൻ പറയുന്നില്ല, ഞാൻ വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് കാലാവസ്ഥേനെ മാറ്റിയെടുക്കാൻ പറ്റും. മഴ വരുന്നവിടെ മഴ വരും, വെയിൽ വരുന്നവിടെ വെയിൽ വരും എന്നല്ല ഞാൻ പറയണത്. പക്ഷെ നിങ്ങൾക്ക് മുൻകൂറായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത് പറ്റും. നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞായിരുന്നു ചൈനയാണ് ഏറ്റവും കൂടുതൽ വലിയ രാജ്യം, കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. എന്തുകൊണ്ടാണ് ചൈന വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ വരാത്തത്? അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അവർക്ക് ഉപയോഗിക്കാൻ അറിയാം ടെക്നോളജി പല രീതിക്ക്. ഈ ഒരു മൊബൈൽ ഫോൺ, നമ്മൾ ഈ മൊബൈൽ ഫോൺ പലവരും ഉപയോഗിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ കാരണം അവർ എന്തൊക്കെ രീതിക്കാണ് കൃഷിയിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിക്കാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് അധികം അറിയുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് നമ്മളിന്ന് നേരിട്ട് വരുന്നത്. കാരണം അവർ ഒന്നാമത് എത്തുന്നു, നമ്മൾ അതിന് താഴെ എത്തുന്നു, നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ പറയും അവരുടെ രാജ്യത്തൊക്കെ ഗവൺമെൻറ്റൊക്കെ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തൊന്നും തരുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലടക്കം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിനെയാണ് അപ്പോഴും കുറ്റം പറയുന്നത്, അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയോ നമ്മൾക്ക് അറിയാത്ത ടെക്നോളജിയോ അതുകൊണ്ട് മാത്രമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ടെക്നോളജി പരമായിട്ട് കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് ഒരുപാട് പൊന്തിക്കാനൊന്നും പറ്റൂല എന്ന് എനിക്കറിയാം. കുറച്ച് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചിലപ്പോൾ കുറേ ആപ്പ് ഉണ്ട്, പക്ഷേ അത് ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു തരില്ല, കുറച്ച് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ബാക്കി ഓടിച്ചു വിടും. അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവിടെ പറയണം, ഞങ്ങൾക്ക് ഇതും കൂടെ അറിയണമെന്നുണ്ട്, ഇതൊന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാൻ പോകുന്ന ആപ്പ് പ്ലാന്റെക്സ് പറഞ്ഞൊരു ആപ്പാണ്. നിങ്ങൾക്ക് ഇതാരെങ്കിലും ഈ കൃഷിക്ക് വേണ്ടി ഫോൺ യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? കൃഷിക്ക് വേണ്ടി മാത്രം നമ്മൾ വാട്സപ്പിൽ സംസാരിക്കുക അല്ലാതെ കൃഷിക്ക് വേണ്ടി കൃഷിൻ്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചാൽ കൊള്ളായിരുന്നു. അറിയാത്തോണ്ടാണല്ലോ ഉപയോഗിക്കാൻ, മടി കൊണ്ടാണോ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൃഷിയിലാണെങ്കിൽ നമുക്ക് ഇലകൾക്കൊക്കെ പുഴുക്കേടൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പം അതിനെന്താ ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങൾ കീടനാശിനി നിങ്ങൾ തന്നെ വാങ്ങിച്ചടിക്കുകയാണോ? അല്ല കൃഷി സ്വയം നമ്മൾ തന്നെ നമുക്കറിയാം എങ്ങനെയാവും, അതുകൊണ്ട് നമ്മളെടുത്ത് അടിക്കുവാണോ? അതിന് അടുത്തുള്ള കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു അല്ലേ വാങ്ങിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ജലദോഷം വന്ന മരുന്ന് ഷാപ്പ് പോയിട്ട് എനിക്ക് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞ് അവര് തരുന്ന മരുന്ന് വാങ്ങിക്കണ പോലെയാണ്. ഡോക്ടറാണ് ഈ പ്ലാന്റെക്സ് എന്ന് പറയാൻ വരുന്നത്.
ഡോക്ടർ ശരിക്കും ഡോക്ടറാണ് ഈ പ്ലാന്റെക്സ് പറഞ്ഞ ഈ ആപ്പ് ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ പനി വന്നില്ലേ, അപ്പൊ ഡോക്ടർമാരുടെ തിരക്കായപ്പോ ആളുകൾ എനിക്ക് 40 വയസ്സായി അയാൾക്കുള്ള പനിക്കുള്ള മരുന്ന് അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ കാലാവസ്ഥന്റെ നമുക്കറിയില്ല, നമുക്ക് അവരുടെ കൃഷിയിൽ ചിലപ്പോൾ നന്നായി നടന്നിട്ടുണ്ടാകും, പക്ഷെ നമ്മളെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് അതേപോലെ അയാൾക്ക് കിട്ടിയ ഗുണം നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയും അതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഈ ആപ്പ് നമുക്ക് തരാൻ വേണ്ടി പോകുന്നുണ്ടാവുക, നമുക്കുള്ള മറുപടി. ഞാൻ അത് എങ്ങനെയാണെന്ന രീതിക്ക് കാണിച്ചു തരുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഈ ആപ്പ് ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി പറയുകയാണെങ്കിൽ, നമ്മൾക്ക് എന്താണോ നമ്മുടെ ഇലയ്ക്കാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നം നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഫോട്ടോ എടുക്കുമല്ലോ, ഫോട്ടോ നമ്മൾ എടുക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം മതി. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി പോകണ്ട, ആ ഒരു സംഭവമാണ് ഈ നമുക്ക് എന്താണ് പ്രശ്നം എന്ന രീതിക്ക് കൂടുതലായി നോക്കിയിട്ട് അതെന്നെ പറഞ്ഞുതരും ഈ ഒരു ചെടിക്ക് ഇതാണ് പ്രശ്നം, അപ്പോൾ ഇതാണ് പ്രശ്നം എന്നും പറഞ്ഞുതരും. അതുപോലെ തന്നെ അതിനെന്താണ് മരുന്ന്, എന്ത് കീടനാശിനം ഉപയോഗിക്കേണ്ടെന്ന രീതിക്കും അതെന്നെ പറഞ്ഞുതരും. അത് പറഞ്ഞു തന്നാൽ നമുക്ക് ഏത് മരുന്നാണ് വാങ്ങിക്കേണ്ടത്, എത്ര ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഇത്ര സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉപയോഗിക്കണം എന്ന രീതിക്കൊക്കെ അതിന് നമുക്ക് പറഞ്ഞു തരും. ഇതൊരു ഗവൺമെൻറ് ആപ്പ് കൂടെയാണ്. അപ്പം ഞാൻ അത് കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ചെറിയ ഉദാഹരണം പറയാം. 2.5 വയസ്സുള്ളൊരു മകനുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ കാക്ക വളരെ കുറവാണ്. ഇവിടെയും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. മങ്കര ഭാഗത്ത് കാക്ക കാണാറേ ഇല്ല, എന്നാൽ മയിൽ ഭയങ്കര കൂടുതലുമാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യത്തെ പക്ഷി കാക്കയാണ് അല്ലേ. കാക്ക പാറി വന്നു, പാറമേലി വന്നു, കാക്കയെ കൂടെ ഇവിടെ, ഇത്തരം സംഭവങ്ങൾ വെച്ചിട്ട് അവൻ ആദ്യം പരിചയപ്പെട്ട പക്ഷി കാക്കയാണ്. അപ്പോൾ ഈ കാക്കയുടെ രൂപങ്ങളൊക്കെ വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം അവൻ അറിയുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കയാണല്ലോ. മയിലിനെ കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു കാക്കാന്ന്. അപ്പം നമ്മൾ പറഞ്ഞു ഇത് കാക്കയല്ല, കാക്ക ഇതിനെക്കാട്ടിലും ചെറുതായിരിക്കും, ഇത് വലുതാണെന്ന് പറഞ്ഞു. ആ വർഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊയ്ത്ത് നടക്കുന്നത് കാണിക്കാനും ആ സമയത്ത് ഈ കൊയ്ത് വീണ് കിടക്കുന്ന വയ്ക്കലിലൂടെ കുട്ടികൾക്ക് ചൊറിയും, പക്ഷെ എന്നാലും കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ പോകുന്ന സമയത്ത് കൊയ്ത്ത് മെഷീൻ്റെ കൂടെ നടക്കുന്നൊരു സാധനമുണ്ട്, കൊക്ക് എന്ന് പറയുന്ന സാധനം. അവരതിനെ പറഞ്ഞു കാക്കാന്ന്, കാരണം മയിലിനെക്കാട്ടിലും ചെറുതാണല്ലോ. അപ്പോൾ ഇത് കാക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കാക്കയല്ല, ഇത് കൊറ്റിയാണ് അല്ലെങ്കിൽ കൊക്കാണ്, കാക്ക കറുത്താണ് ഇരിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നൊരു സാധനമുണ്ട് കുയിലെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ കുയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു ഇതാണ് കാക്ക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളല്ല കാക്ക എന്ന് പറയുന്ന സാധനമാണ് കാക്ക, ഇത് കാക്കയല്ലെന്ന് പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കാണിക്കാനായിട്ട്. അപ്പോൾ പോകുമ്പം ഇവനെയും കൂട്ടിയിട്ട് പോയായിരുന്നു. പാർക്കിങ്ങിൽ നിൽക്കുന്ന സമയത്ത് അവിടെ യഥാർത്ഥ കാക്കയെ കണ്ടു. അന്ന് അവൻ ശരിക്കും പറഞ്ഞു ഇത് കാക്കയാണെന്ന്. ഇതാണ് ശരിക്കും മെഷീനും ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു ചിത്രം കൊടുക്കുന്നു. അപ്പം ഞാൻ നേരത്തെ മാഷെടുത്ത് പറഞ്ഞായിരുന്നു, KVKയ്ക്ക് വേണ്ടിയിട്ട് കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാടിന് വേണ്ടിയിട്ട് ഞങ്ങളും ഇതുപോലൊരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അസുഖം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനെ കുറിച്ച് ചെറുതായിട്ട് ശ്രേയ കാണിക്കുന്നുണ്ടാവും. ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു വോയിസ് നോട്ട് വിടുക, ഇന്ന സംഭവമാണ് ഞാൻ ഇതാണ് കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കർഷകനിട്ടു, അപ്പം അപ്പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ തിരിച്ച് പറയും ഇത് ഇന്ന അസുഖമാണ്, ഇതിനെ ഇന്ന രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത്, ഇപ്പം നിങ്ങളത് മാനേജ് ചെയ്യാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയണം. അപ്പോൾ അത് മുമ്പോട്ട് പോകും. രണ്ടാമതൊരു കർഷകൻ വരും, മൂന്നാമത് കർഷകൻ വരും, 30 കർഷകൻ വരും, 40 കർഷകൻ വരും, 100 കർഷകൻ വരും. അപ്പോഴത്തേക്കും ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ സിസ്റ്റത്തിന് മനസ്സിലാവും ഈ സാധനം ഇതാണ്. അതിൻ്റെ ആ രീതിയിലുള്ള ഒരേപോലത്തെ ചിത്രമല്ല കിട്ടുക അല്ലേ, പല രീതിയിലുള്ള ചിത്രം കിട്ടും. പക്ഷേ ഇതെന്താണെന്ന് അതിന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ബാബുവേട്ടനൊരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു വന്നിരിക്കട്ടെ, സിസ്റ്റം പറയും, അയാൾ പിന്നെ പറഞ്ഞു തരുമായിരിക്കും, പക്ഷെ സംഭവം ഇതാണ്, ഇതിനിങ്ങനെയാണ് മാനേജ് ചെയ്യാന്ന് അപ്പം തന്നെ പറഞ്ഞു തരും. ഇതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ അരുൺ രവി പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ എത്ര പേര് ശരിക്കും മണ്ണ് പരിശോധിച്ചിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഈ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ പരിശോധിക്കും? ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റി പറയണത്, സർക്കാർ പറയണത് വർഷത്തിലൊരിക്കൽ പരിശോധിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് മണ്ണ് പരിശോധിക്കാത്തത്?
യെസ്, എന്ന് വെച്ചാൽ സാങ്കേതികമായിട്ട് അത് നടത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എന്ന് വെച്ചാൽ മണ്ണ് പരിശോധിക്കണമെങ്കിൽ നമ്മൾ സാമ്പിൾ എടുക്കണം, പല സ്ഥലത്ത് നിന്ന് തണലത്തിട്ട് ഉണക്കണം, എന്നിട്ട് പാക്കറ്റിലാക്കണം, എഴുതണം ഇത് ഇന്ന പാടത്തെയാണെന്നുള്ളത് എഴുതണം, മണ്ണുത്തി കൊണ്ടുപോയി കൊടുക്കണം. കൃഷിഭവൻ വഴി പോയാൽ പൈസ ഇല്ല, പക്ഷേ കൃഷിഭവൻ വഴി പോകണമെങ്കിൽ അതിന് കുറേ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായി കൊണ്ടുപോയി കൊടുത്താൽ അതിന് പൈസയുണ്ട്. ഒരു സാമ്പിളിന് 1250 രൂപ വെച്ച് നമ്മുടെ സർക്കാർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സർക്കാർ തന്നെ പറയുന്നുണ്ട് 1 ഏക്കറിൽ നിന്ന് 4 സാമ്പിൾ എടുക്കണമെന്ന്. 10 ഏക്കർ നെൽപ്പാടമുള്ള ഒരാൾ പോയിട്ട് പരിശോധിക്കണമെങ്കിലുള്ള പൈസ ആലോചിച്ച് നോക്കി 50,000 രൂപ കൊടുക്കണം. ഇത് കൊടുത്തിട്ട് നമുക്ക് മണ്ണ് പരിശോധിച്ചിട്ട് കൃഷി നടത്താൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇന്ന് ഈ പറയണ നമുക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ NPK, pH, പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ബോറോൺ, മഗ്നീഷ്യം പോലുള്ള സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ അളക്കാനായിട്ട് ഒരു ചെറിയ കുന്തമുണ്ട്. ആ കുന്തം കൊണ്ട് ഇപ്പം നനവില്ലാത്ത മണ്ണാണെങ്കിൽ ഒന്ന് നനയ്ക്കണം, നനച്ചിട്ട് അതിലങ്ങ് കുത്തിവെക്കുക. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആ മണ്ണ് പരിശോധനയുടെ റിസൾട്ട് വരും. ഇത് പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ സർക്കാർ സ്ഥാപനമായിട്ടുള്ള CTCRI ചെയ്തിട്ടുണ്ട്. ഈ CTCRIയുടെ ഈ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു സോഫ്റ്റ്വെയറിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് കിട്ടുന്നുണ്ട്.